രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാനാകുന്നതുമായ സ്ഥാപനങ്ങളിലൊന്നാണ് ഇന്ത്യ പോസ്റ്റ് അഥവാ തപാൽ വകുപ്പ്. ഒരു കാലത്ത് നാടിൻ്റെയും നാട്ടുകാരുടെയും ഏറെ ആശ്രയമായിരുന്ന പോസ്റ്റ് ഓഫീസുകൾ കാലാന്തരനെയുള്ള സാങ്കേതിക പുരോഗതിയുടെ മാറ്റങ്ങൾ ഉയർത്തിയ വെല്ലുവിളിയാൽ സ്വന്തം നിലനിൽപ്പിന് തന്നെ പരുങ്ങലാകുന്ന ദയനീയ സ്ഥിതിയിലേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലേക്കും ഗ്രാമീണ മേഖലയുടെ ഉണർവിനായും നിർണായക സംഭാവന നൽകാൻ കഴിയുന്ന വിധമുള്ള ഇന്ത്യ പോസ്റ്റിൻ്റെ പരിവർത്തനത്തിനായുള്ള വഴി തെളിയുകയാണ്. ഇത്തവണത്തെ പൊതു ബജറ്റിൽ പോസ്റ്റ് ഓഫീസുകളുടെ നിലവിലെ പ്രവർത്തനങ്ങളെ ഒന്നാകെ ഉടച്ചു വാർക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രാജ്യമെമ്പാട് സാന്നിധ്യം അറിയിക്കുന്ന 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യ പോസ്റ്റിനെ പൊതുമേഖലയിലെ വമ്പൻ ലോജിസ്റ്റിക് നിർവഹണ സംവിധാനമായി മാറ്റിയെടുക്കാനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണ വേളയിൽ പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം, എന്തുകൊണ്ട് പുതിയ തീരുമാനം? പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ വിതരണം മുതൽ പണമിടപാട് നടത്താവുന്ന ചെറുകിട പേയ്മെന്റ്, ബാങ്കിംഗ് സേവനങ്ങൾ വരെയുള്ള വിവിധതരം ജോലികൾ തപാൽ ജീവനക്കാർ നിലവിൽ നിർവഹിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കും വരാനിരിക്കുന്ന മാറ്റങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലുള്ള ഇന്ത്യ പോസ്റ്റിൻ്റെ വിഭവശേഷിയെ പരുവപ്പെടുത്തിയെടുക്കാനും തൽഫലമായി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാനും ക്രമേണ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലേക്ക് ഗണ്യമായ സംഭാവന ചെയ്യാനും പ്രാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനെ തപാൽ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിച്ചുകൊണ്ട് ചരക്ക് ഗതാഗതം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ എല്ലാത്തരം വിനിമയത്തിനും ഉതകുന്ന വമ്പൻ ലോജിസ്റ്റിക് സ്ഥാപനമായി മാറ്റിയെടുക്കും. ഇതിലൂടെ ചെറുകിട ഇടത്തരം വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ, സ്വയം തൊഴിൽ സംരംഭകർ, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവർ, വനിതകൾ, സ്വയം സഹായ സംഘങ്ങൾ, വൻകിട സ്ഥാപനങ്ങൾക്കുമൊക്കെ ബിസിനസ് ആവശ്യങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ പോസ്റ്റിന് കഴിയും. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ദേശവ്യാപകമായി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഇ-കൊമേഴ്സ് കമ്പനിയെ ആമസോണുമായി ഇന്ത്യ പോസ്റ്റ് കരാറിലെത്തിയിരുന്നു. ഇതിൻ്റെ വിശാലമായ രൂപമാണ് ഇനി പ്രാവർത്തികമാകാൻ പോകുന്നത്. ചുരുക്കത്തിൽ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക ഉണർവിലേക്ക് നയിക്കാനും സർക്കാരിന് സാമ്പത്തികമായ നേട്ടം സമ്മാനിക്കാൻ കഴിയുന്ന സ്ഥാപനമായും ഇന്ത്യ പോസ്റ്റിനെ മാറ്റിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സാരം. രാജ്യത്താകമാനമുള്ള 1.5 ലക്ഷം ഗ്രാമീണ പോസ്റ്റ് ഓഫീസുകൾ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, 2 ലക്ഷത്തോളം വരുന്ന തപാൽ സേവന കേന്ദ്രങ്ങൾ എന്നിവരടങ്ങുന്ന പോസ്റ്റ് ഓഫീസ് ശൃംഖലയുടെ സംയോജനത്തിലൂടെയാകും ലോജിസ്റ്റിക് സ്ഥാപനത്തിനുള്ള പരുവപ്പെടുത്തലുള്ള ആദ്യ ചുവടുവെപ്പ് തപാൽ വകുപ്പ് സ്വീകരിക്കുക. എന്നിരുന്നാലും ഇന്ത്യ പോസ്റ്റിന് കീഴിലുള്ള പേയ്മെന്റ് ബാങ്കിന്റെ സേവനം ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. പ്രതീക്ഷയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ. നിലവിലുള്ള സംവിധാനം ഉടച്ചു വാർക്കുന്നതോടെ ഗ്രാമീണ മേഖലയിൽ പരമ്പരാഗത സേവനങ്ങൾക്കൊപ്പം കമ്മ്യൂണിറ്റി സെൻ്ററുകൾ കൂടിയ പോസ്റ്റ് ഓഫീസുകൾ മാറും. ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ നൽകൽ, ഇൻഷുറൻസും മറ്റ് ഡീറ്റെയിൽ സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും. ഓൺലൈനായി പണമടയ്ക്കാൻ സാധിക്കാത്തവർക്ക് പ്രതിമാസ ഗഡു EMI വിഹിതമടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കുക. വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം കൈമാറുന്ന രീതി DBT പ്രയോജനപ്പെടുത്തും. ഔദ്യോഗിക സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടുകൾക്കും ഇടപാടുകളും നടത്തുക എന്നിങ്ങനെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ചലിപ്പിക്കാൻ കഴിയുന്ന നിരവധി സേവനങ്ങളാണ് ഇന്ത്യ പോസ്റ്റിലും പ്രതീക്ഷിക്കുന്നത്.